അപ്പോൾ തെരഞ്ഞെടുപ്പ് സംക്രമകാലമായതിനാൽ ആചാരങ്ങളൊക്കെ മാറിയത് അറിഞ്ഞിരിക്കുമല്ലോ. കൊടിയില്ലാത്ത നാമജപമല്ല, കൊടി പിടിച്ച മുദ്രാവാക്യമാണ് ഇപ്പോഴത്തെ ആചാരം. കേരളത്തിൻ ജീവിതത്തെ നരകമാക്കി മാറ്റിയോരെ, നരകമാക്കി മാറ്റിയോരെ. ആളുകൾ ഇരിക്കുമ്പോൾ മാത്രമേ ഇത് സമരത്തിന്റെ പങ്കാളിത്തമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ ബസ് കാത്തു നിൽക്കുന്നതായിട്ട് മാത്രമേ ആളുകൾ കണക്കാക്കുള്ളൂ. അതാണ്, ഓരോന്നിനും ഓരോ പോസുണ്ട്. ബസ് കാത്തു നിൽക്കുന്നത് പോലെ നിന്നാൽ സമരമാവില്ല, റോഡ് തടയാൻ ഇരിക്കുന്നത് പോലെ ഇരുന്നാലേ സമരമാവും. ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ 3 ഗേറ്റുകൾ ഞാൻ പോയിരുന്നു. എല്ലായിടത്തും ആയിരക്കണക്കിന് പ്രവർത്തകന്മാരാണ് അണിയണിയായി വന്നുകൊണ്ട് ഈ ഉപരോധ സമരത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിൽ 1000 ദിവസം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ സർക്കാർ ഒരു വൻപിച്ച പരാജയമാണ് എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞിരിക്കുന്ന സന്ദർഭമാണിത്. ദിവസം എത്രയോ ആവട്ടെ, 1000-ഓ 2000-ഓ ആവട്ടെ, അതല്ല പ്രധാനം. ഒരു മുഖ്യമന്ത്രിയെ മാത്രമല്ല വിലയിരുത്തുന്നത്, സമാന്തരമായി ഒരു പ്രതിപക്ഷ നേതാവും വിലയിരുത്തപ്പെടുന്നുണ്ട്. അത് മറക്കണ്ട. ഇന്നലെ ഞാൻ കണ്ണൂരിൽ പോയി മുഖ്യമന്ത്രിയോടൊപ്പം 28 വണ്ടിയായിരുന്നു ഞാൻ പോയപ്പോൾ കണ്ടത്. 28 വണ്ടിയുടെ സുരക്ഷിതത്വത്തോട് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കേണ്ടി വരുന്ന ഗതികേടാണ് ഇന്ന് കേരളത്തിലുള്ളത് എന്നുള്ളത് നമ്മൾ കാണും. ഈ പിണറായി വിജയനെ ആരെന്ത് ചെയ്യാനാണ്, എന്തിനു ചെയ്യണം, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ത് ചെയ്യണം? 28 പോലീസ് വണ്ടി, ഒരു ആംബുലൻസ്. അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ എങ്ങനെയാ? മുൻപ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കണ്ണൂരിൽ വെച്ച് CPM-കാർ എറിഞ്ഞത് ഓർമ്മയുണ്ടോ? അങ്ങനെ ആരെങ്കിലും എറിഞ്ഞാലോ? വേണം, മുഖ്യമന്ത്രിക്ക് ഒരു സുരക്ഷിതത്വം വേണം, സുരക്ഷ വേണം, ഞാൻ അതിനെതിരല്ല. പക്ഷെ ഒരു മര്യാദ വേണ്ടേ? ഇതെന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ഒരു പിടിച്ച വാളിന്റെ മുമ്പിലൂടെയും പിന്നെന്താ ഒരു പിടിച്ച കത്തിയും വാളും ഒക്കെ നേരിട്ട ആളാണ്. എന്തിനാണ് 28-38 പോലീസ് വണ്ടിയായിട്ട് പോകുന്നത്? വിട്ടേക്ക്, അതൊക്കെ ഒരു അലങ്കാരത്തിന് ആരാധകർ പറഞ്ഞുണ്ടാക്കിയതാ. അതൊക്കെ വിട്ടേക്ക്. അതുപോട്ടെ, ദില്ലിയിലിരുന്ന് ഭരിക്കുന്നവരെ കുറിച്ച് ഒന്നും പറയാനില്ലേ? രാഹുൽ ഗാന്ധി പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു, യേ ചൗക്കീദാർ നഹീ ഹേ, യേ ചോർ ഹേ എന്ന് സത്യമാണ്. അദ്ദേഹം പറഞ്ഞു, പാർലമെന്റും പുറത്തും രാഹുൽ ഗാന്ധി പറഞ്ഞു, നരേന്ദ്രമോദി ചൗക്കീദാർ അല്ല, നരേന്ദ്രമോദി ചോർ ആണ് എന്ന് പറഞ്ഞത് എത്ര ശരിയാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നിങ്ങൾക്ക് എടുത്തു പറയാം. നരേന്ദ്രമോദി നരേന്ദ്രമോദി കള്ളനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അതാണ് നല്ലത്. മലയാളം, ഹിന്ദി ഒന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഏശില്ല, മലയാളത്തിൽ മതി ആവേശം. നമ്മുടെ പ്രിയങ്കരനായ MP ശശി തരൂരിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണം. മലയാളത്തിൽ ഇറങ്ങുന്നില്ല, അത് മലയാളത്തിൽ ഇറങ്ങി നിങ്ങൾ വായിക്കണം. ഇന്ത്യ ചരിത്രത്തിലെ ഒരു പ്രധാനമന്ത്രി ഇത്രയും വലിയ കള്ളനാണെന്ന് ശശി തരൂർ സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പുസ്തകത്തിലൂടെ. അദ്ദേഹത്തിന്റെ പുസ്തകം നിങ്ങൾ വായിക്കണം. മലയാളത്തിൽ വന്നാലേ കേരളത്തിലെ കോൺഗ്രസുകാർ പുസ്തകം വായിക്കൂ എന്ന് ശശി തരൂരിന് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഈ പുസ്തകം എഴുതിയ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഓരോന്നായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അവർ ചെയ്ത ഓരോരോ തെറ്റുകളും എല്ലാ ഫാക്ട്സും ഫിഗേഴ്സും റിസർച്ച് നോട്ട്സും കൂടി വെച്ചിട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. വിദേശകാര്യം മുതൽക്ക് സാമ്പത്തിക വിഷയങ്ങൾ വരെ, നമ്മളുടെ രാജ്യത്തിന്റെ ഗവർണൻസ് മുതൽ നമ്മളുടെ ജനങ്ങളുടെ എല്ലാ ദിനത്തിന്റെ ജീവിതം വരെ അവർക്ക് വീഴ്ചയും തെറ്റും കുഴപ്പം മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ആണെങ്കിലും അച്ഛേദിൻ വരും എന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? ജനങ്ങൾക്ക് ദുഃഖത്തിൽ ജീവിക്കുന്ന സമയത്തിൽ ഇദ്ദേഹം അച്ഛേദിൻ എന്ന് സംസാരം ചെയ്യുന്നു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ഒരു ചൊല്ല്. സബ്കാ സാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഒപ്പം,
പക്ഷെ അവർ പലവരെയും വെളിയിലാക്കിയിട്ടുണ്ട്. ദളിത്മാരെ പീഡിപ്പിക്കുന്ന ഒരു സമയമായിരുന്നു ഈ 5 വർഷം. മുസ്ലിംസും ന്യൂനപക്ഷികളെയും അടിക്കലും കൊല്ലലും കൂടി സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഭാരതത്തിലാണോ നമ്മൾ നമ്മളുടെ കുട്ടികളെ വളർത്താൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് തീരെ തോന്നുന്നില്ല. ഇല്ല, പൊളിമിക്സിനും അങ്ങനെ തോന്നുന്നില്ല. ന്യൂനപക്ഷികളെ എന്നല്ല, ഒരു പക്ഷികളെയും തല്ലിക്കൊന്നുകൂടാത്തതാണ്. ഇതൊക്കെ അവസാനിപ്പിക്കണം. ഈ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ഈ സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ എല്ലാ കുഴപ്പം കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് വോട്ട് കൊടുക്കരുത്. BJPയെ എതിരിക്കാൻ ശക്തമായിട്ട് ഭാരതം മുഴുവൻ നിൽക്കുന്ന ഒരൊറ്റ പാർട്ടിയും ഒരൊറ്റ ഗ്രൂപ്പും കോൺഗ്രസ് പാർട്ടിയും UDFും മാത്രമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കൂടി ഈ ധർണയ്ക്ക് എന്റെ 100% പിന്തുണയും കൂടി കൊടുത്ത് നമ്മുടെ നേതാക്കൾ പറഞ്ഞ ഓരോരോ കാര്യത്തിൽ ശ്രദ്ധ വെച്ച് കേൾക്കൂ. ഈ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കുന്ന സമയമായി. വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിന്റെ അവസരത്തിൽ ഭാരതത്തിന് ജനാധിപത്യം, ഭാരതത്തിന് വളർച്ച, ഭാരതത്തിന് മതേതരത്വം ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് പിടിച്ചു നിർത്തിയിട്ട് നമ്മുടെ ഭാരതത്തെ വീണ്ടും നന്നാക്കണം. അത് പൊളിമിക്സും സമ്മതിക്കുന്നു. ഈ ഭാരതത്തെ വീണ്ടും നന്നാക്കണം. അപ്പോ കേരളത്തിൽ മാത്രമല്ല, മലപ്പുറത്തും UDF ഉണ്ട്. അവിടെയും സമരം നടക്കുന്നുണ്ട്. ശബരിമലയുടെ സന്നിധാനം, ശബരിമലയുടെ സന്നിധാനം, ശബരിമലയുടെ സന്നിധാനം, ശബരിമലയുടെ സന്നിധാനം, RSSന് കുറുവടിയേന്താൻ, RSSന് കുറുവടിയേന്താൻ, RSSന് കുറുവടിയേന്താൻ, RSSന് കുറുവടിയേന്താൻ, പോലീസിന് വെള്ളമടിക്കാൻ, പോലീസിന്റെ വെള്ളമടിക്കാൻ, പോലീസിന് വെള്ളമടിക്കാൻ, പോലീസിന്റെ വെള്ളമടിക്കാൻ, താവളമാക്കിയ പിണറായി, താവളമാക്കിയ പിണറായി, താവളമാക്കിയ പിണറായി, താവളമാക്കിയ പിണറായി, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, ഇല്ല നിങ്ങൾക്ക് മാപ്പില്ല, വിശ്വാസമൂഹം പൊറുക്കില്ല, വിശ്വാസമൂഹം പൊറുക്കില്ല, വിശ്വാസമൂഹം പൊറുക്കില്ല. വിശ്വാസമൂഹം പൊറുക്കില്ല. UDF സിന്ദാബാദ്, UDF സിന്ദാബാദ്, പുരോസമരം സിന്ദാബാദ്, പുരോസമരം സിന്ദാബാദ്. ഉബൈദുള്ളയെ പോലെ താളബോധമുള്ള കവികളെ അവർക്ക് പറ്റുന്ന മേഖലയിൽ കൂടി ഉപയോഗിക്കണം എന്നൊരു അഭ്യർത്ഥന പൊളിമിക്സിനുണ്ട്. പറഞ്ഞു എന്നേ ഉള്ളൂ. സമരം നടക്കട്ടെ. കേരള ജനത മുഴുവൻ ദുഃഖിതരാണ്. കേരള ജനത ദുഃഖിതരായി, നമ്രശിരസ്കരായി നിൽക്കുന്ന ഒരു കാലത്താണ്, ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ UDF അതിൻ്റെ ധർമ്മ സമരം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കണം, നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണം. സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാവുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. സമരം ജനങ്ങളെ ബോധവൽക്കരിക്കാനാണ്. ഈ ഗവൺമെന്റുകളൊക്കെ ഒന്ന് പോയി കിട്ടണം, എന്നാലേ കേരളം രക്ഷപ്പെടുള്ളൂ. അതിൻ്റെ ഏർലിയസ്റ്റ് ഓപ്പർച്യൂണിറ്റി ഏതാ വെച്ചാൽ അത് ഉപയോഗിക്കണം എന്നാണ് ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത്. ഒന്നിപ്പോൾ അടുത്തു, നേരത്തെ കാലത്തെ നോക്കുക, അതിനെ ഒന്ന് കളയാൻ. ഗവൺമെന്റുകൾ പോയി കിട്ടിയാലേ ജനങ്ങൾക്ക് ബോധം വരൂ എന്നത് ഒരു മാവോയിസ്റ്റ് ലൈനാണല്ലോ കുഞ്ഞാപ്പ. വെറുതെയല്ല ഈ മലപ്പുറത്ത് മൊത്തം തീവ്രവാദികളാണെന്ന് CPMകാർ പറയുന്നത്. ഒരൊറ്റ സംസ്ഥാനവും BJPക്ക് വലിയൊരു ഹോപ്പുള്ളത് ഇപ്പം രാജ്യത്തില്ല. നേരെ മറിച്ച് കോൺഗ്രസിന് അതുപോലെ മറ്റ് കക്ഷികൾക്ക് ഹോപ്പ് തീരെ ഇല്ലാത്ത ഒരൊറ്റ സംസ്ഥാനവും ഈ രാജ്യത്തില്ല. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിനും അതിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും കൂടി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെയാണ് കേരളവും. ഇത് മതിയാക്കാൻ സമയമായി. ശബരിമലയൊക്കെ വെച്ചിട്ടുള്ള കളി എന്ത് കിട്ടിയാലും രാഷ്ട്രീയം കളിക്കുക, ജനങ്ങൾക്കൊന്നും ചെയ്യൂല. ഈ സ്ഥിതി അവസാനിപ്പിക്കാനാണ് ഈ ഉപരോധ സമരം, ഈ പ്രതീകാത്മകമായ ഉപരോധ സമരം ഇന്ന് നമ്മളിവിടെ നടത്തുകയാണ് സംസ്ഥാനത്തൊട്ടാകെ. ഇനി ഇതിൻ്റെയൊക്കെ അവസാനം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ
ഈ ഗവൺമെന്റിന്റെ അവസാനമാണ്, എന്നിട്ടേ ഞങ്ങളുടെ പ്രക്ഷോഭം അവസാനിക്കൂ. UDF ആ ലക്ഷ്യം നേടാൻ വേണ്ടി അതിവേഗം കുതിക്കും. ഈ ഗവൺമെന്റുകളെ അവസാനിപ്പിച്ചിട്ട് പകരം ഗവൺമെന്റ് ഉണ്ടാക്കാനാണ് പരിപാടി എന്നൊന്നും കരുതണ്ട. അതല്ല, ഒരിക്കലും കേരളത്തിലെ ഈ പറഞ്ഞതുപോലെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് അധികാരം പിടിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷത്ത് സ്ഥാനം പിടിക്കാൻ UDF ഉള്ളിടത്തോളം കാലം സാധിക്കുകയില്ല. അത് UDF തന്നെയായിരിക്കും, പ്രതിപക്ഷം UDF തന്നെയായിരിക്കും. അക്കാര്യം BJPക്കാർക്കും മനസ്സിലായ മട്ടുണ്ട്. അവരിൽ പലർക്കും ഇവിടെ മത്സരിക്കാൻ തന്നെ താല്പര്യമില്ല. രണ്ട് കാര്യങ്ങൾ. എനിക്ക് ഇനിയിപ്പോൾ ഏകദേശം 4 വർഷം പാർലമെന്റ് രാജ്യസഭയിലുണ്ട്. അപ്പോൾ എനിക്ക് മത്സരിക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടിയും കണ്ണന്താനവും തമ്മിലുള്ള വ്യത്യാസം കണ്ടില്ലേ? ഒരു സഭയിൽ 4 വർഷം ബാക്കിയുള്ളത് കൊണ്ട് അതുകൊണ്ട് തൃപ്തിപ്പെടാൻ കണ്ണന്താനം തയ്യാറാണ്. കുഞ്ഞാലിക്കുട്ടിയെപ്പോലെ മത്സരിച്ചേ MP ആകൂ എന്ന വാശിയൊന്നുമില്ല. എനിക്ക് മത്സരിക്കാൻ വലിയ താല്പര്യമില്ല. ഞാനൊരു പാർട്ടിയുടെ വർക്കറാണ്. അപ്പോൾ പാർട്ടി എന്ത് പറയുന്നോ അതനുസരിച്ച് ഞാൻ ചെയ്യും. അല്ല, പാർട്ടി പറയുന്നത് എന്ത് വേണം ചെയ്യും. അതാണ് എൻ്റെ ഇല്ല. എനിക്കുള്ള ചോയ്സ് ആണെങ്കിൽ ഞാൻ തന്നെ തിരഞ്ഞെടുക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ ഞാൻ മത്സരിക്കില്ല. പക്ഷേ പാർട്ടി പറയുന്നത് എന്തും ചെയ്യും, അതനുസരിച്ച് മത്സരിക്കും. അല്ല, കേരളത്തിൽ മത്സരിക്കാമോ എന്ന് പാർട്ടി ഇതുവരെ ചോദിച്ചിട്ടില്ലേ? ഇല്ലില്ല. എന്നോട് കേരളത്തിനെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയാകണമെന്ന് പാർട്ടി എന്നോട് ചോദിച്ചിട്ടില്ല. എന്നോട് എൻ്റെ മണ്ഡലമായ പത്തനംതിട്ട അവിടെ നിൽക്കണമെന്ന് ചോദിച്ചിട്ടില്ല. തൃശ്ശൂരിനെ പറ്റി ഒട്ടും ചോദിച്ചിട്ടില്ല. എന്നോട് ഒരു മണ്ഡലത്തെ പറ്റി ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല ഇതുവരെ. പിന്നെ പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നുണ്ടല്ലോ, കണ്ണന്താനേട്ടൻ തൃശ്ശൂരിൽ മത്സരിക്കുമെന്ന് വാർത്ത വരുന്നുണ്ടല്ലോ. പത്രങ്ങൾക്ക് എന്തെങ്കിലും എഴുതണ്ടേ? നമ്മുടെ അതെ, അപ്പോൾ നമ്മുടെ വാർത്തകൾ വരുന്നു. ഇതൊക്കെ നല്ലതാണ്. കാരണം അപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, ഇപ്പോൾ ഒരു ചർച്ചയായി. അപ്പോൾ നല്ല സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ള നല്ല ചർച്ച വരുമല്ലോ. അതുകൊണ്ട് നല്ല കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രചരണങ്ങളൊക്കെ വരുന്നത് നല്ല കാര്യമാണ്. അത് ശരി, ഇതൊക്കെ ആസ്വദിക്കുന്നുണ്ടല്ലേ? ഇതൊക്കെ രസകരമല്ലേ? അല്ലെങ്കിൽ പിന്നെ നമ്മൾ 24 മണിക്കൂർ എന്ത് കണ്ടുകൊണ്ടിരിക്കും? ഇതൊക്കെ വാർത്തകൾ വരണമല്ലോ. താങ്ക് യു. ഇങ്ങനത്തെ രസികന്മാരെ കണ്ടുകിട്ടുക എന്നത് തന്നെ രസമല്ലേ? ഒരിക്കൽ കൂടി താങ്ക് യു. നമസ്കാരം.